ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് നമ്മുടെ ബോഗൺവില്ല ചെടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പൂക്കളൊക്കെ കഴിഞ്ഞ് ഭംഗിയില്ലാതെ നിൽക്കുകയാണ്. ഇനി നന്നായി പൂക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിനായിട്ട് ഞാൻ ഇതിൻ്റെ പൂക്കളുണ്ടായ ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ ഇനി അടുത്ത പൂക്കൾ ഉണ്ടാകുമ്പോൾ കുറച്ച് തിക്കായിട്ടേ പൂക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കളകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കൊടുത്തിട്ടാണ് കേട്ടോ വളമിട്ട് കൊടുക്കേണ്ടത്. ബൊഗൺവില്ല ചെടിക്ക് നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടിയാൽ തന്നെ നല്ലോണം പൂക്കുള്ളൂ. ചിലരൊക്കെ പറയാറുണ്ട് കേട്ടോ, അവരുടെ വീട്ടിലത്തെ അധികം പൂക്കളില്ല, കുറഞ്ഞ രീതിയിലേ പൂക്കണുള്ളൂ. അപ്പോൾ എന്താണ് സംഭവം വെച്ചാൽ, ഈ ചെടിക്ക് ഒരു 100%-ൽ 80% വെയിലും ബാക്കി 20% മാത്രമേ വെള്ളം വളവും ആവശ്യമുള്ളൂ. ചില വെറൈറ്റികളുണ്ടല്ലോ ഇതുപോലെ കൊഴിഞ്ഞു പോവില്ല കേട്ടോ. അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കൊടുക്കണം, എന്നിട്ടാണ് വളമിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഇപ്രാവശ്യം ഒരു ചെടി നട്ടാലേ ഒരു 2 വർഷത്തിന് ശേഷമായിരിക്കും കേട്ടോ അതുമ്മ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുക. ഒരു ചെടി വണ്ണം വയ്ക്കുമ്പം അതിനനുസരിച്ച് അതുമ്മ പൂക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. പിന്നെ ഞാനിവിടെ എല്ലാത്തിൻ്റെയും കമ്പുകളൊക്കെ കുത്തി പിന്നെ വേറെ തൈകൾ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ കുറച്ച് ഹൈബ്രിഡ് തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വലിപ്പം വയ്ക്കുന്നതേ ഉള്ളൂ. ഞാനിതിന് കോഴിവളവും എല്ലുപൊടിയുമാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് അതിട്ട് കൊടുക്കാം. പിന്നെ നന കുറഞ്ഞ രീതിയിൽ നനച്ചാൽ മതി. ഒരു ചെടി ഉണങ്ങാത്ത രീതിയിൽ നമ്മൾ അതിന് വെള്ളം കൊടുത്താൽ മതി കേട്ടോ. അധികം വെള്ളം കൊടുത്താൽ പൂക്കൾ കുറയും.